നമ്മൾ ഇപ്പോൾ കുറേ പ്രാർത്ഥിക്കുന്നു, ചില സമയത്തൊക്കെ ആത്മീയ വരൾച്ച തോന്നും. അച്ഛന്മാർക്കൊക്കെ എപ്പോഴും തോന്നും. കാര്യം അവർ കടകടാന്നിങ്ങനെ വളരണ കാരണം വളർച്ചയുടെ ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അയ്യോ ദൈവം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പോകും. ആരും കുഴപ്പമില്ല, വിശുദ്ധന്മാർക്കും തോന്നിയായിരുന്നു, ജോൺ ഓഫ് ദി ക്രോസിനും തോന്നിയായിരുന്നു. അയാൾ പറഞ്ഞത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയും, ആത്മാവിൻ്റെ രാത്രി. ദൈവത്തെക്കുറിച്ച് ഒരു പിടിയും കിട്ടണില്ല. ഇത്രയും നാൾ ജീവിച്ചു, ഭയങ്കര വിശുദ്ധിയോട് ജീവിച്ചു. പക്ഷെ ചില സമയത്ത് ലെഫ്റ്റ് ഇൻ ദി എയർ, ദൈവം ഉണ്ടോ എന്ന് പോലും സംശയമാണ്. വളർച്ചയുടെ പാഠങ്ങൾ. അപ്പം ട്രാൻസിഷൻ പീരീഡിൽ എപ്പോഴും ഇതുപോലെ വാക്കംനെസ് ഉണ്ടാവും. അതായത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ. ഇപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യണത്? അറിവും പ്രാർത്ഥനയും. അതിൻ്റെ പാഠം കഴിഞ്ഞിട്ട് ഉപവാസവും പ്രത്യാശയും, ഇല്ലേ? അതിൻ്റെ പാഠവും കഴിഞ്ഞു പോകും. ഇനി എന്താണ്? പ്രാർത്ഥനയും കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യങ്ങൾ വരും. 17:21 എന്താ പറയണത്? പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് മാത്രമേ ഇവറ്റകൾ പുറത്തു പോകത്തുള്ളൂ. ഇനി പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ട് നിൽക്കാത്ത കാര്യം വരും. അതിനാണ് ഈ പുള്ളിക്കാരൻ കമന്നൊക്കെ വീഴണത്. കണ്ടില്ലേ? ഗെത്സെമനി കമന്ന് വീഴുകയാണ്. പ്രാർത്ഥന കൊണ്ട് നിൽക്കണില്ല അവിടെ, പിന്നെ ഉപവാസം കൊണ്ട് നിൽക്കണില്ല. ആള് രണ്ടും പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് വരികയാണ് ആള്. ആദ്യം പെസകായ്ക്ക് പോലും ആൾ ഉപവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഗെത്സെമനി പ്രാർത്ഥനയായിരുന്നു. പെസക കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. മൊത്തം പ്രാർത്ഥന ഉപവാസമാണ്. പക്ഷെ നിൽക്കണില്ല. ഇനി എന്താണ് വിശ്വാസത്തിലേക്ക് വരണത്? പ്രാർത്ഥന ഉപവാസം കൊണ്ട് നിൽക്കണില്ല. അപ്പം ക്രിസ്തു എന്താ ചെയ്തത്? കവന്ന് വീണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിനാണ് പൗലോസ് പറയണത്, ഈ ഒരു വിശ്വാസ വളർച്ചയിൽ ആദ്യ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ട് നടക്കും. പിന്നെ വിഷയം കുറച്ചുകൂടി കട്ടിയായി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥനയും ഉപവാസം വേണ്ടി വരും. ചില സമയത്ത് പ്രാർത്ഥനയും ഉപവാസം കൊണ്ടും നിൽക്കത്തില്ല. എന്താ കാരണം? ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന കൊണ്ടും പറ്റത്തില്ല, ഉപവാസം കൊണ്ടും പറ്റത്തില്ല. ചില ആൾക്കാർ പറയും ഞങ്ങൾ 33 വിശ്വാസപ്രമാണം ചൊല്ലി എന്നൊക്കെ പറഞ്ഞാലും അതൊക്കെ ഈ പ്രഥമ പാഠങ്ങളാണ്. അതിൻ്റെ അടുത്ത പാഠം പ്രത്യാശയുടെയാണ്, ഉപവാസമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ 33 ദിവസം ഉപവാസം എന്നൊക്കെ പറയും. ചിലപ്പോൾ അതിൽ നിൽക്കത്തില്ല. ക്രിസ്തുവിലല്ലേ വളരണത്. ക്രിസ്തുവിൽ വളരുന്ന അനുസരിച്ച് കൊണ്ട് ഇതുപോലുള്ള ചില കാര്യങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ട് വളർച്ച ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ആദ്യം വിശ്വാസത്താൽ അതായത് അറിവ് കൊണ്ട് വിശ്വാസമൊക്കെ ഉണ്ടാകും. വിശ്വാസം കൊണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും, പ്രാർത്ഥനാ ജീവിതം. പിന്നെ ഉപവാസമുണ്ട്. പിന്നെ എന്താണ്? അതായത് വിശ്വാസം, പ്രത്യാശ. പിന്നെ എന്താ ഉള്ളത്? സ്നേഹമെന്നും സംഭവമുണ്ട്. അതാണ് ഗലാത്യർ 5:6. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. ഉടമ്പടി അതാണ്. അത് മനസ്സിലാക്കണം. അല്ലാതെ വല്ലതൊക്കെ കാണിച്ചു വെക്കരുത്. ഉടമ്പടി പ്രഥമ പാഠങ്ങൾ പിന്നിട്ട സംഭവമാണ്. വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞു, പ്രാർത്ഥന കൊണ്ടും കഴിഞ്ഞു. അതാണ് മേജർ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ഉടമ്പടിയെ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടി എന്താണ്? ഉടമ്പടി ഗലാത്യർ 5:6. അതെന്താണ്? അറിവ് കൊണ്ടല്ല അവിടെ വർക്കൗട്ട് ചെയ്യണം, വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്താണ്? സ്നേഹം കൊണ്ടാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവിക പുണ്യങ്ങളെ ഈ ഗെത്സെമനി വരുമ്പോൾ ഈശോ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. എന്താണ്? എല്ലാം അപ്പാനെ വിളിച്ച് അപ്പാക്ക് വേണ്ടി ജീവിച്ചൊക്കെ നടന്നെങ്കിലും സമയത്ത് അപ്പ കാല് മാറി, അപ്പായെ കാണാനില്ല. അപ്പം എലോയ് ലമാസമക്താനി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് എന്തു ചെയ്യും? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ പോകത്തില്ല. അപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കാണാത്തതാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പാഠം. അതുകൊണ്ട് പറയാം ഐ കമൺ മൈ സ്പിരിറ്റ്. അത് ഭയങ്കര സംഭവമല്ലേ? അതാണ് ക്രിസ്തു കടന്നുപോയ വഴികൾ. ക്രിസ്തു ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ക്രിസ്തു കടന്നുപോയെന്ന വഴികൾ അനുസരിച്ച് കൊണ്ട് നമ്മളുടെ ജീവിതാനുഭവങ്ങളെ നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങൾ ഈ കഞ്ഞി ആൾക്കാരായിട്ട് നടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അടുത്ത ഘട്ടം പിന്നിടണം. ഇവർ നീല ഉടമ്പടിയോടും വളർന്നിട്ടില്ല. അത് ഭയങ്കര സംഭവമാണത്. ഇവരിപ്പോഴും പണ്ട് പേരക്കിടങ്ങൾക്ക് ആനയാണ് കൂനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞു കൂപ്പി പണ്ട് പച്ച ഉടമ്പടി എടുത്ത കാലത്ത് എന്താണ് ഇവർ പറഞ്ഞത്, അത് ആ നിലവാരം തന്നെ ഈ പണ്ടാടത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി കാണുമ്പോൾ തന്നെ എനിക്ക് വിറയും.
കർത്താവിന് പണി കൊടുക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും കയറി വന്നിരിക്കണമെന്ന്. ഇത് ഇവർ വളരണില്ല, ഇവർ വളർന്നിട്ടില്ല. സംഭവം ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരത്തില്ല. എൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? അക്കാലങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. Take the word of God. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 16:23. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അപ്പം അതാണ് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് ഒരാൾ പക്വതയിലെത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓടി ഒരു ദൈവത്തിനടുത്ത് വരത്തില്ല. എന്താണ്? അപ്പ ഇവിടെ ഉണ്ടെന്നുള്ളത് എന്നെ കൈവിട്ട പോലെ എനിക്ക് തോന്നണത്, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ. എന്താണ്? എൻ്റെ വിശ്വാസം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണത് കേൾവിയിൽ നിന്നൊന്നുമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയിൽ നിന്നുള്ള വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് സ്നേഹം കൊണ്ടാണ്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമായതുകൊണ്ട് എന്തു ചെയ്യും? 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത് വളർച്ചയുടെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പക്വതയേക്കല്ല വളരണത്. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ 1 Corinthians 13:7. സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇതാണ് വിഷയം. അതായത് ആ കുരിശിൽ സംഭവിക്കണ ഇതാണ്. ഏലോയ് ഏലോയ് ലമാ സബക്താനി എന്ന് ഈശോ ചോദിക്കത്തില്ലേ? അപ്പം നീ എന്നെ കൈവിട്ടോന്ന് ചോദിക്കണില്ലേ? എന്നിട്ട് എന്താ പറയണത്? അതായത് അവിടെ ഈശോയുടെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, ഉപവാസം കഴിഞ്ഞു. പക്ഷേ ദൈവം കൈവിട്ട പോലെ ആയിപ്പോയി. പ്രാർത്ഥിച്ചിട്ട് നിന്നില്ലല്ല, പ്രാർത്ഥന നിന്നോ? പിന്നെ എന്താണ്? പിന്നെ ഇത് ഈശോ ഉപവസിച്ചു. കഴിക്കുന്ന ഈ ഒടുക്കത്തെ താഴത്തിൽ ഇരുന്നുകൊണ്ട് 10 ദിവസം പറയുന്നുണ്ട്, കഴിക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, എനിക്കൊരു ഉപവാസമാണ്, നാളെ ഈ സമയത്ത് അപ്പായുടെ കൂടെ മേശപ്പുറത്ത് പെസക ഞാൻ കഴിക്കും, സ്വർഗീയ എഴുന്നേശാരയിലെന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നിരുന്നിട്ടും ഭയങ്കരമായൊരു സ്വസ്രഗീതം ആലപിക്കും. എല്ലാവരും കൈയടിച്ച് പ്രാർത്ഥിച്ചുതിച്ച് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴെ വീഴും. എന്താ കാര്യം? ഇത്രയും പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലും അവന് അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പറ്റണില്ല. അതാണ് വിഷയം. ആ വീണുപോയി. ആ വീണിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകുന്നുണ്ട്. അവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വേദനയും നീറ്റലും എല്ലാം അവൻ അനുഭവിച്ചു. അവൻ കുറിച്ച് തൂങ്ങി തർക്കപ്പെട്ടു. അപ്പോൾ അവന് സങ്കടമായി. പ്രാർത്ഥന കൊണ്ട് ഉപവാസം കൊണ്ടും കുരിശിനെ അതിജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? ഏലോയ് ലമാ സബക്താനി, എന്താണ് നീ എന്നെ ഉപേക്ഷിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ എന്നിട്ട് പറഞ്ഞു, അപ്പയല്ലേ ഇപ്പം നീ കാണാതിരിക്കാനുള്ള, ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കൂടി പോകാൻ അപ്പ എനിക്ക് കമാൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പോകാൻ പോവുകയാണ്. നീ ഒരു പണി ചെയ്യണം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പ ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം. എന്നിട്ട് നീ അപ്പായിക്ക് നിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കണം. ഉടനെ അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും ആ ഒറ്റ വാക്ക് ആ സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന്, ഐ കമൺ മൈ സ്പിരിറ്റ്. എന്നിട്ട് അവൻ തല വലത്തേക്ക് ചായച്ചു, ജീവൻ സമർപ്പിച്ചെന്ന് പറയും. ഇതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇതിൻ്റെ വിഷയം എന്ന് പറയണത്, ഉടമ്പടി എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഉടമ്പടി എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിലേക്കുള്ള യാത്രയാണത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന പോരാതെ വരും, ഉപവാസം പോരാതെ വരും. മനസ്സിലായില്ലേ?
ആദ്യമേ തന്നെ അമ്മയുടെ ഈ തിരുവൾത്താരയിൽ നിന്ന് സാക്ഷ്യം നൽകാൻ സാധിച്ചതിന് പരിശുദ്ധ അമ്മ മാതാവിനോടും ഈശോയോടും വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ പേര് ആൾഡ്രിയ. ഞാൻ വരാപ്പുഴ തേവർകാട് തിരുഹൃദയ ദേവാലയം അംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 20 ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ അമ്മച്ചിയുടെയും എൻ്റെ ആൻറ്റിമാരുടെയും നിർബന്ധത്തിന് അവർ നിർബന്ധിച്ചിട്ടാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പോകാനായിരുന്നു. അപ്പം ജൂണിൽ എൻ്റെ ക്ലാസ് തുടങ്ങുമായിരുന്നു. അപ്പോൾ അതിനേക്കാളും മുമ്പ് മെയ് 20 വന്ന് ഞാൻ ആൻറ്റിമാരുടെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണേ ചെയ്തത്. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് കഴിഞ്ഞ ശേഷം ഉടമ്പടി എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അവർ പറഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത്. പക്ഷേ എനിക്ക് ലാംഗ്വേജ് കുറേ പഠിക്കാനുണ്ടായി. ആദ്യത്തെ സമയമൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അപ്പം ഉടമ്പടി നിയോഗങ്ങളൊക്കെ ഉടമ്പടി കാര്യങ്ങളെല്ലാം എനിക്ക് മെയ് മാസം നല്ലോണം ചെയ്യാൻ പറ്റി. പക്ഷേ ജൂണിൽ ക്ലാസ് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് പള്ളിയിൽ പോകാനായാലും പിന്നെ അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനൊക്കെ ആയാലും സമയം ശരിക്കും കിട്ടാതെ വന്ന ഒരവസ്ഥയായി. വൈകുന്നേരം വരെ ക്ലാസ്സൊക്കെ ഇരുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറേ പഠിക്കാനും ഉണ്ടായി. അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി ആഗസ്റ്റ് ആയപ്പോഴേക്കും 90 ദിവസമായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ ഈ ഉടമ്പടി ഞാൻ പുതുക്കാം. ഇപ്പോഴല്ല മാതാവ്, എപ്പോഴാണ് ഞാൻ ഉടമ്പടി പുതുക്കണം എന്നുള്ളത് മാതാവിന് തോന്നണത് എപ്പോഴാണ്. അപ്പം എന്നെ ഓർമ്മിപ്പിച്ചാൽ മതി മാതാവ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഉടമ്പടി സ്റ്റോപ്പിന് ചെയ്തത്. അപ്പം ആ ഉടമ്പടി ഞാൻ ഇന്ന് സ്റ്റോപ്പ് ചെയ്ത് അന്ന് ഞാൻ എൻ്റെ ആധാർ കാർഡിന് അപ്ഡേഷൻ ആപ്ലിക്കേഷൻ വെച്ചേക്കണമായിരുന്നു. ഞാൻ ആഗസ്റ്റിൽ ആപ്ലിക്കേഷൻ വെച്ച് എൻ്റെ അമ്മച്ചി അത് കഴിഞ്ഞ് കുറേ നാളായിട്ട് ഒരു വിവരവും ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ആയപ്പോഴേക്കും എൻ്റെ അമ്മച്ചിയും അനിയനൊക്കെ പോയി ആധാർ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് അന്ന് രാത്രി തന്നെ ആധാർ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞ് മെസ്സേജ് വന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്ക് പേടിയായി. കാരണം ആധാർ അപ്ഡേറ്റ് ചെയ്ത് കിട്ടിയാലേ പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുള്ളൂ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ B2 എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വിഷമമായി. ആ സമയം ഞാൻ ഏറ്റവും കഴിയാറായി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പം ഞാൻ ഒരു ഒക്ടോബർ മാസം തുടങ്ങി ഡിസംബർ വരെ ഞാൻ എപ്പോഴും ഈ ആധാർ കാർഡ് ശരിയാക്കണതിൻ്റെ പുറകെ ഇങ്ങനെ അക്ഷയയിൽ പോകും. അപ്പോൾ അവർ പറയും ഇതിനൊരു പോർട്ടലുണ്ട്, അവിടെ പോയിട്ട് നിങ്ങളുടെ പരാതി അവിടെ സബ്മിറ്റ് ചെയ്യണം, പരാതി കൊടുക്കണം, അവിടെ എഴുതിയിടണം. അപ്പോൾ അവർ നമുക്ക് റിപ്ലൈ തരും. അവരെന്താ പറയണതനുസരിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത് പിന്നെയും അപ്ഡേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റുമൊന്നുമില്ലെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ആകെ ഒരു വിഷമം, ഇത് എന്ത് ചെയ്യും എന്നുള്ളതായി. ഞാൻ എൻ്റെ എപ്പോഴും ആ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ചോദിക്കും എൻ്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്താണെന്നൊക്കെ. പക്ഷേ അവർ ഞങ്ങൾ നോക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര സങ്കടത്തിലായി. ജനുവരിയൊക്കെ എപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ കൂനമാവ് മേഖല കൺവെൻഷൻ വന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ ചെന്നപ്പോഴേക്കും ആധാർ വെച്ച് ഇങ്ങനെ ആധാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വെളിപ്പെടുത്തി തരണേണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ലേ ഉടമ്പടി പുതുക്കണത് മാതാവ് ഓർമ്മിപ്പിക്കണമെന്ന്. അപ്പം ഞാൻ അത് പെട്ടെന്ന് ഓർത്തപ്പോഴേക്കും ഞാൻ പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പിറ്റേ ദിവസമായപ്പം ഞാൻ കൊടുത്ത പരാതി അവർ കണ്ട് അത് അവർ സ്വീകരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ആധാർ അപ്ഡേറ്റായി കിട്ടി. ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം എനിക്ക് ആധാർ അപ്ഡേറ്റായി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നത് ഏപ്രിലാണ്. ഞാൻ B1 കഴിഞ്ഞ് B2 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ മര്യാദക്ക് ശരിക്കും അങ്ങോട്ട് പഠിപ്പിച്ചിട്ട് എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ B1 വെച്ച് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് ഞാൻ B2 വീട്ടിലിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ വേറെ സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോഴേക്കും അവിടെ ഭയങ്കര ഫീസായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫീസൊക്കെ പറയുമ്പോഴേക്കും പിന്നെ നിന്ന് പഠിക്കാമെന്നൊക്കെ പറയുമ്പോഴേക്കും അതിന് വേറെ ഫീസാവും. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കും. എന്നാലും എൻ്റെ ഉടമ്പടി ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല രീതിയിലായിരുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും
ബൈബിൾ വായിക്കും, പള്ളിയിൽ പോകും, അങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തിട്ട് കൃപാസനം പത്രം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മാർച്ച് ആയപ്പോഴേക്കും ഏപ്രിൽ B2 എക്സാം എഴുതാൻ കോയമ്പത്തൂർ സ്ലോട്ട് എടുത്ത് അത് ഞാൻ പോയി എഴുതി. ഏപ്രിൽ എനിക്ക് ഒരു മൊഡ്യൂളെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് തൈലം തേച്ചാണ് എക്സാമിന് പോയത്. പക്ഷേ ഏപ്രിൽ എക്സാം എഴുതിയപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അങ്ങോട്ട് ശരിയാവണുണ്ടായില്ല. ഇപ്പോൾ രാവിലെ 8:30 എക്സാം എന്ന് പറഞ്ഞിട്ട് 12 മണിയായപ്പോഴാണ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അത്ര നേരം ഒന്നും കഴിക്കാതെയൊക്കെ ഒരു റൂമിലേക്ക് ഇരിക്കണമായിരുന്നു. അപ്പോഴേക്കും എനിക്ക് എന്തോ ഒരു തോന്നി. എനിക്ക് അന്നത്തെ എക്സാം എനിക്ക് ശരിയായിട്ട് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഞാൻ എന്നിട്ട് തിരിച്ച് വന്ന് ഏപ്രിൽ എക്സാം കഴിഞ്ഞ് വന്ന് മെയ് ആദ്യം പോയി ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി. രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത്, ഞാൻ നിയോഗം വെക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് നല്ലൊരു വീട് നൽകണേ മാതാവേ എന്നാണ് രണ്ടാമത് നിയോഗം വെക്കാറുണ്ടായത്. പക്ഷേ അന്ന് ഞാൻ നിയോഗം വെക്കാൻ പോയപ്പോൾ എന്നോട് മാതാവ് എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയണേണ്, നീ ഇത് വെക്കണ്ട, നീ വീട്, ഞങ്ങളുടെ വീടിൻ്റെ 2 അരികെ തോടാണ്, അപ്പോൾ ആ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിക്കണേ എന്നുള്ള രീതിയിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് എനിക്ക് അതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായില്ല. ഞാൻ അത് നിയോഗത്തിൽ വെച്ച് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളവിടെ വന്ന് താമസിച്ച് തുടങ്ങിയിട്ട് ഒരു 9 വർഷമായിട്ടുണ്ടായി. അതിനൊക്കെ തോട് പണിയാനായിട്ട് പൈസയൊക്കെ ഒപ്പിച്ച് ഒരാളുടെ അടുത്ത് കല്ലടിക്കാനായിട്ട് പൈസ കൊടുത്തിട്ട് ഒരു 2-3 വർഷമായിട്ടുണ്ടായി. ആ ചേട്ടൻ കല്ലടിച്ച് തന്നെ ഉണ്ടായില്ല. കാരണം എന്തോ പ്രശ്നങ്ങളുണ്ട്, പെർമിറ്റ് കിട്ടണില്ല, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് രണ്ടാമത് ഉടമ്പടി പുതുക്കി വീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേട്ടൻ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം തന്നെ ആ ചേട്ടൻ വിളിച്ചിട്ടും പറയണേണ്, എനിക്കിപ്പം ഇങ്ങനെ അടിച്ചു തരാൻ പറ്റും, ഞാൻ വന്ന് വീട്ടിലൊന്ന് അടിച്ചു തരട്ടേന്നു. അപ്പം അപ്പിച്ചു പറഞ്ഞ് ഇല്ല, ഞങ്ങളുടെ അടുത്ത് ഇപ്പം പൈസ കിട്ടില്ല, കെട്ടാനൊക്കെ പൈസ വേണം, അപ്പം പൈസ കിട്ടില്ല, ഇപ്പം അടിച്ചു തരണ്ട, പിന്നെ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല, എനിക്ക് ഇപ്പം തന്നെ വന്നടിച്ചു തന്നെ എന്ന് പറഞ്ഞ് അന്ന് കല്ലടിച്ച് മെയ് മാസം ജൂൺ തൊട്ട് മഴ തന്നെ, മെയ് അവസാനം മഴ തുടങ്ങണേണ്. അതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ തോടിൻ്റെ അരികെ കെട്ടാൻ സാധിച്ച്. ആ മെയ് മാസം അവസാനം മെയ് 16-ാം തീയതി ആയപ്പോഴാണ് ഞാൻ ഏപ്രിൽ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ട് തന്നെ, ഗോയിത്തെ B2 എക്സാമിൻ്റെ റിസൾട്ട്. അപ്പം ഞാൻ ഒരു മൊഡ്യൂൾ പോലും എനിക്ക് പാസ്സാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം 33,000 രൂപ ഏജൻറ്റ് ഫീസും എക്സാം ഫീസൊക്കെ അടക്കം ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ടായി. അപ്പം ഞാനാണെങ്കിൽ B2 പഠിച്ചിട്ടുണ്ടായില്ല. അപ്പം എന്നോട് പഠിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ സാരമില്ല, ഞാനിത് എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതിയതാണ്. പക്ഷേ അത് കിട്ടിയില്ല എന്നായപ്പോഴേക്കും ഭയങ്കര സങ്കടമായി. എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പറഞ്ഞു, നിനക്കിത് നിർത്തി, ഇപ്പം ഡിഗ്രി കഴിഞ്ഞതല്ലേ, PGക്ക് പോകാൻ പാടില്ല, ഇത് കിട്ടാൻ പോകണില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ആ മെയ് 16-ാം തീയതി തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ജപമാല ചൊല്ലാൻ തുടങ്ങി. എനിക്കത് എന്താണെന്ന് അറിഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ആകെ സങ്കടമായിട്ടിരുന്നപ്പോൾ ഞാൻ ജപമാല ചൊല്ലി. അന്ന് പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി സാക്ഷ്യങ്ങളൊന്നും ശരിക്കും കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും എനിക്ക് ഉടമ്പടി സാക്ഷി അയച്ചു തരുമെങ്കിലും ഞാനതൊന്നും കാണാറുണ്ടായിരുന്നില്ല. ഞാനപ്പം ആദ്യം 2-3 ദിവസം ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഭയങ്കര എന്തോ ഒരു പോസിറ്റീവ് ഫീലായി. അങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്കിങ്ങനെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ വന്ന് അപ്പം ഞാൻ അത് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് കൂടുതലും വന്നുകൊണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച കുട്ടികളുടെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉടമ്പടിയിലത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും ഒരു 2ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയ ഒരാളുടെ പക്വതയോടുകൂടി ആയിരുന്നില്ല ഉടമ്പടി എടുത്തുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ കാര്യങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാനും പിന്നെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉടമ്പടി സാക്ഷ്യത്തിൽ ഒരു കുട്ടി ഇങ്ങനെ പറയണ കേട്ട്, അതായത് ഏഷ്യ 45:2-3 എന്നുള്ള വചനം, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന്
അന്ധകാരത്തിൽ നിധികളും രഹസ്യ തന്നെ ശേഖരവും ഞാൻ നിനക്ക് തരും. ഈ ഒരു വചനം 55 പ്രാവശ്യം ഇങ്ങനെ എഴുതി പ്രാർത്ഥിച്ച് ആ കൊച്ചെന്ത് ചെയ്യുമ്പോഴും അവൾക്കത് നടന്ന് കിട്ടും എന്ന് ഇങ്ങനെ സാക്ഷ്യത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും ഞാനും ആ വചനം ആദ്യം തന്നെ 55 പ്രാവശ്യം എഴുതി പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞ് ഒരു മെയ് അവസാനം 30-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു മെസ്സേജ്, ഞാനിങ്ങനെ കുറേ ഇങ്ങനെ സ്ലോട്ടൊക്കെ എടുക്കാനായിട്ട് കുറേ ഗ്രൂപ്പിൽ ചേർന്നേച്ച്. അപ്പോൾ അതിലൊരു ഗ്രൂപ്പിൽ കണ്ടതാണ് തിരുവനന്തപുരം ഗോയിത്തേലെ എക്സാമിന് സ്ലോട്ട് എടുക്കണതിന് നമ്മൾ മെയിലാണ് അയക്കേണ്ടത്. അപ്പം മെയിൽ അയക്കേണ്ട തീയതി മെയ് 31-ാം തീയതി ആയിരുന്നു. അപ്പം അന്ന് എന്നോട് പുള്ളിലിരുന്ന് ആരോ പറഞ്ഞു നീ അതിന് മെയിൽ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ അയച്ചാൽ കിട്ടേണ്ടതല്ല, ഇപ്പം വൈഫൈ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് ഇങ്ങനെ മെയിൽ അയച്ചാൽ കിട്ടാറില്ല. പക്ഷെ ഞാൻ അത് വിശ്വസിച്ച എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയണത് അത് ഞാൻ ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ അന്ന് മെയ് 31-ാം തീയതി 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഫോണിൽ ഞാൻ ഉപ്പ് വിതറി. എന്നിട്ട് ഞാൻ എൻ്റെ മെയിൽ അയച്ച് അതൊരു ജൂൺ 10-ാം തീയതി ആയപ്പോഴേക്കും റിപ്ലൈ മെയിൽ വന്ന് നിനക്ക് അന്ന് എനിക്ക് ഞാൻ റൈറ്റിങ്ങും റീഡിങ്ങും ആണ് ആ സ്ലോട്ട് എടുത്തേച്ചത്. അതിലെനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് വേണ്ട, അത് സ്ലോട്ട് കിട്ടിയെങ്കിലും പോകണ്ട, കാരണം നീ നിനക്കൊന്നും അറിയാൻ പാടില്ല, നല്ലോണം പഠിച്ചിട്ട് എവിടെയെങ്കിലും പോയി B2 പഠിച്ച് മാത്രം നീ എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതിന് ഭയങ്കര വിശ്വാസത്തോടെ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മച്ചി പറഞ്ഞ് എങ്ങനെയെങ്കിലും എക്സാം എഴുതാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയിൽ നിന്ന് ലോണൊക്കെ എടുത്താണ് അന്ന് എക്സാം എഴുതാൻ പോണത്. എക്സാം സ്ലോട്ട് കിട്ടിയപ്പോൾ അത് ബുക്ക് ചെയ്ത് പൈസയൊക്കെ അടച്ച് ഞങ്ങൾ ജൂലൈയിൽ പോയി എക്സാം എഴുതി. അത് ജൂലൈയിൽ പോയി എക്സാം എഴുതുന്ന സമയത്ത് കുറേ തടസ്സങ്ങളുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വഴിയിൽ ഞാൻ ജൂലൈയിൽ എക്സാം എഴുതാൻ പോണതിനേക്കാളും മുമ്പ് ജൂലൈ 12-ാം തീയതി എനിക്ക് എക്സാം, അതിനേക്കാളും മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാൽ വന്നത്, പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴേക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് എഴുതണത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് ഫീലായിരുന്നു. എനിക്കിത് കിട്ടും അത്രയും ഉറപ്പ് എനിക്ക് തോന്നി. എന്നിട്ട് ഞാൻ B2 എക്സാം എഴുതാൻ പോയപ്പോഴേക്കും ജൂലൈയിൽ തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ പെട്ട് കിടന്ന് കുറേ നേരം കിടന്ന് 2 മണിക്ക് എക്സാമിന് ഞാൻ 1:50 ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ബസ്സിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയ്ക്ക് കയറി അങ്ങനെയാണ് പോയത്. 1:55 ആയപ്പോഴാണ് ഞാൻ സെൻറ്ററിലെത്തിയത്. പക്ഷെ അത് കയറ്റി വിട്ടെന്നെ. എന്നിട്ടും ഞാൻ ചെന്ന് രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് അപ്പം തന്നെ റൂമിലോട്ടും കൊണ്ടുപോയി, റൂമിൽ എക്സാം എഴുതാനായിട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും ഞാനൊന്നും പഠിച്ചതൊന്നും അങ്ങനെ എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ടായില്ല. അപ്പം ഞാൻ മാതാവിനോട് ബസ്സിൽ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് വെറുതെ ചോദിച്ചു, മാതാവ് എനിക്ക് എന്താ വന്നേന്നുള്ളത് ഒന്ന് കാണിച്ചു തരുമോ, റൈറ്റിങ്ങിന് എന്താ വന്നേന്നുള്ളത് എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചെങ്കിലും ഞാനത് മറന്നു പോയിട്ടുണ്ടായി. പക്ഷെ ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും റോഡിൽ ഇങ്ങനെ CCTV എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പം ഞാൻ ആ ടോപ്പിക് കണ്ടപ്പോൾ അയ്യോ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഞാനിത് റിവൈസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് നോക്കി വെച്ചിട്ടുണ്ടായി. ഞാൻ എക്സാമിന് പോയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ ടോപ്പിക്ക് അതാണ്. അത് പഠിച്ചത് തന്നെ എനിക്കത് എഴുതാൻ പറ്റി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാനത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എക്സാം എഴുതിയില്ല. അത് കഴിഞ്ഞ് സെപ്റ്റംബറിലോട്ടാണ് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായത്. ഓഗസ്റ്റ് അവസാനമാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എഴുതിയ 2 മൊഡ്യൂളും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. ഞാൻ നോമ്പെടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ജൂലൈയിൽ എക്സാം എഴുതി, സെപ്റ്റംബറിലും ഒക്ടോബറിലും എക്സാം എഴുതിയിട്ടുണ്ടായി. സെപ്റ്റംബറിലും ഒക്ടോബറിലും ഒരു മൊഡ്യൂൾ, ബാക്കിയുള്ള ഓരോ മൊഡ്യൂളായിട്ട് ഞാൻ സെപ്റ്റംബറും ഒക്ടോബറും എഴുതി. അപ്പം അതൊക്കെ ഞാൻ നോമ്പെടുത്തിട്ടാണ് എക്സാം എഴുതാൻ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരും ഏജൻറ്റ് വഴിയാണ് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യണം. പക്ഷെ എൻ്റെ ഏജൻറ്റ് മാതാവായിരുന്നു. കാരണം ഒരു മൊഡ്യൂൾ ബുക്ക് ചെയ്യാൻ 2000 തൊട്ട് 6000 വരെയൊക്കെയാണ് റേറ്റ് വന്നത്. പക്ഷേ ഞാനത് ഫ്രീ എനിക്ക് ആ ഒരു പൈസ ആയിട്ടില്ല. ഞാൻ അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഫോണിൽ മാതാവിൻ്റെ ഉപ്പ് വിതറി അതിന് ശേഷം ഞാൻ മെയിൽ അയക്കുമ്പോൾ എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുണ്ട്, സ്ലോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എക്സാം പോയി എഴുതി. എനിക്ക് ഒക്ടോബറിൽ എൻ്റെ സ്പീക്കിംഗ് എക്സാമിനും എനിക്ക് ആദ്യം കിട്ടിയ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞാൽ
ഞാൻ സെപ്റ്റംബറിൽ എക്സാം എഴുതിയപ്പോഴും അച്ഛൻ വന്ന് കണ്ടിട്ടാണ് പോയത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയിട്ടാണ് പോയത്. അപ്പം അന്നും എനിക്ക് നല്ല പ്രതീക്ഷ, എനിക്ക് എന്തായാലും മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ ഇങ്ങനെ എൻ്റെ രജിസ്ട്രേഷൻ ഫോം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് അതും ഉറപ്പായിരുന്നു, എനിക്ക് സെപ്റ്റംബറിലെ എക്സാം ഞാൻ പാസ്സാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെട്ടെന്ന് അടുത്ത സ്ലോട്ട് ഒക്ടോബറിലോട്ട് ബുക്ക് ചെയ്തത്. അങ്ങനെ എനിക്ക് നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാനും പറ്റി. എനിക്ക് ആ എക്സാം കിട്ടും, അതുകൊണ്ട് ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഒക്ടോബറിലെ എക്സാമിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ചെയ്തത്. അങ്ങനെ ഒക്ടോബറിലെ എക്സാം സ്പീക്കിങ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ടോപ്പിക്ക് എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ടായില്ല, പുതിയ ടോപ്പിക്കായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്ക് ഞാനിങ്ങനെ പതിയെ പറഞ്ഞുകൊണ്ടിരുന്ന, അതായത് കുറച്ച് സ്ലോ ആക്കും, നിർത്തി പോകുന്നുണ്ടായി എനിക്ക്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ എക്സാമിനേഴ്സ് എന്നോട് പറഞ്ഞു, ഇയാൾ സ്റ്റോപ്പ് ചെയ്തോ, കുട്ടി സ്റ്റോപ്പ് ചെയ്തോ, അടുത്ത ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒപ്പീനിയൻ പറഞ്ഞ് നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, എനിക്ക് എക്സാം കിട്ടൂലേന്നായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാശുരൂപത്തിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച്, മാതാവ് നോക്കിക്കോളണേന്ന് പ്രാർത്ഥിച്ച്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടോപ്പിക്കൊക്കെ ഡിസ്കഷനാണ്, നമ്മൾ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം അതെനിക്ക് നല്ലോണം തന്നെ പറയാൻ പറ്റി. ശരിക്കും പറഞ്ഞാൽ എക്സാം പാസ്സാവാനായിട്ട് ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോഴേക്കും ഞാൻ പാസ്സായിട്ടുണ്ടായി. അപ്പം ഒക്ടോബറിൽ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിട്ടാണ് കൃപാസനത്തിൽ വന്നത്. ഞാൻ അഖണ്ഡ ജപമാല ഉള്ള കാരണം, ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് കൂടാനായിട്ട് ഉള്ള കാരണം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുക്കാൻ വേണ്ടി വന്ന്. അപ്പം ഞാൻ റാലിക്ക് പങ്കെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കടൽ തീരത്തിൻ്റെ ആ സൈഡ് കഴിഞ്ഞ് നടന്നു പോണ സമയത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്ന് തേങ്ങ വീഴുന്നു. തേങ്ങ എൻ്റെ ദേഹത്തും തൊടാതെ ഇങ്ങനെ മുടിയുടെ ഇതിൽ കൂടെ വീണ് താഴത്തോട്ട് വീഴണം. അപ്പോൾ ചുറ്റുമുള്ളവരൊക്കെ പറഞ്ഞ് മാതാവ് കൂടെ ഉണ്ടല്ലോ, മാതാവ് കാത്താണ്, അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോഴേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ബാക്കി കൂടെ ഉള്ളവരൊക്കെ മാതാവ് കൂടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഒക്ടോബർ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും നവംബറിൽ ഇങ്ങനെ സിസ്റ്റേഴ്സ് വഴിയായിട്ട് ജർമ്മനിയിലോട്ട് പോകാൻ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് എടപ്പള്ളിയിൽ. അപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞ്, അതിന് ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കണേ. എക്സാം റിസൾട്ട് വന്നേക്കാളും മുമ്പായിരുന്നു ഇൻ്റർവ്യൂ, നവംബർ 20 ഇൻ്റർവ്യൂ ആയിരുന്നു. അത് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. 100-ലധികം പിള്ളേർ ഉണ്ടായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ അത് അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നവംബർ അവസാനം 30-ാം തീയതി ആയപ്പോഴാണ് റിസൾട്ട് വന്നത്. ഞാൻ സ്പീക്കിങ്ങും പാസ്സായി. ഞാൻ 4 മൊഡ്യൂളും കുറഞ്ഞ സമയം കൊണ്ടാണ് എനിക്ക് മാതാവ് പാസ്സാക്കി തന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് ഡിസംബർ 10-ാം തീയതി ആയപ്പോഴേക്കും ഞാൻ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ജർമ്മൻസ് 3 ജർമ്മൻസ് വന്നാണ് ഇൻ്റർവ്യൂ എടുത്തത്. അവിടെ നിന്ന് എനിക്ക് ജർമ്മനിയിൽ നിന്ന് മെയിൽ വന്ന്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ സെലക്ട് ആയിട്ടുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനൊരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്, അത് ജനുവരിയിലായിരിക്കും. ജനുവരി ആദ്യം തന്നെ നിങ്ങൾക്ക് ജർമ്മനിയിലോട്ട് വരാൻ സാധിക്കും എന്നുള്ള രീതിക്ക് മെയിൽ വന്ന്. പക്ഷേ ഒരു ജനുവരി പകുതിയൊക്കെ കഴിഞ്ഞിട്ടും ഒരു റിപ്ലൈയും അതിനെക്കുറിച്ച് വേറൊരു വിവരവും ഇല്ല. ഞാൻ അവർക്ക് തിരിച്ചങ്ങോട്ട് മെയിൽ അയച്ച് ഇങ്ങനെ എന്താ ഇനി എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചിട്ടും തിരിച്ച് റിപ്ലൈ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ശരിക്കും. അപ്പം എന്നോട് ഒരു സിസ്റ്റർ പറഞ്ഞു, മോൾ ഇത് നോക്കി നിൽക്കണ്ട, വേറെ ഏജൻസിക്ക് കൊടുത്ത് പോകാൻ നോക്കുമെന്ന് പറഞ്ഞ്. എന്നാലും ഇത് കിട്ടണമെങ്കിൽ നല്ലതായിരുന്നല്ല എന്ന് വിചാരിച്ച് നിന്ന്. പക്ഷേ ഒരു ഇത് മഞ്ഞുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേറൊരു ഏജൻസി കൊടുത്ത്. എന്നാലും എനിക്ക് വിഷമമായിരുന്നു, കാരണം ഇനി ഇത് വേറെ ഏജൻസി കൊടുത്ത് പ്രോസസ്സിങ് തുടങ്ങി ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കതൊരു വിഷമവുമില്ല എന്ന്, കാരണം അത്രയും പൈസ കയ്യിൽ നിന്ന് പോകും. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് ഇത് കിട്ടില്ല എന്നാണെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തി എന്തെങ്കിലും എനിക്ക് അറിയാൻ സാധിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം എൻ്റെ കൂടെ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയ വേറൊരു കൊച്ചുണ്ടായി. അവനും മെയിൽ അയച്ചിട്ടുണ്ടായി. അവന് റിപ്ലൈ കിട്ടിയിട്ടുണ്ടായി, നിങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾക്ക് സീറ്റ് തരാനായിട്ട് ഇവിടെ സീറ്റ് ഇല്ല എന്നുള്ള അങ്ങനെ ഒരു മെസ്സേജ് അവന് കിട്ടി.
അപ്പോൾ അത് കണ്ടപ്പോഴേക്കും സമാധാനമായി. അത് കിട്ടിയില്ല, അത് ഇപ്പോൾ വേറെ ഏജൻസി കൊടുത്തു. അങ്ങനെ സെപ്റ്റംബർ ഇൻടേക്കിലോട്ട് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി അവസാനമാണ് ഏജൻസി കൊടുത്തത്. ഏജൻസി കൊടുത്ത് ഫെബ്രുവരി അവസാനമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഒരു ഇൻ്റർവ്യൂ തന്ന്. അതായത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഏജൻസികളിലൊക്കെ 1-2 ഇൻ്റർവ്യൂ കിട്ടുള്ളൂ. എനിക്ക് 5 ഇൻ്റർവ്യൂ വരെ ഒരു പെട്ടെന്ന് തന്നെ 5 ഇൻ്റർവ്യൂ ആണ് എനിക്ക് കിട്ടിയത്. മൂന്നാമത്തെ ഒരാഴ്ച 5 ഇൻ്റർവ്യൂ അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി പ്രോസസ്സിങ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് ലാഗായിരുന്നു. പക്ഷേ ജൂൺ അവസാനമായപ്പോഴേക്കും ഏജൻസി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിസക്ക് VFSൽ സ്ലോട്ട് എടുക്കാൻ പോണേണ്. അപ്പോൾ അതിനുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ മാതാവ് വഴിയായിട്ട് എനിക്ക് ഞാൻ കുറേ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒന്നും ഞാൻ മേടിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അതൊക്കെ ഞാൻ എന്തോ ഒരു ഭാഗ്യത്തിൻ്റെ അതൊക്കെ മേടിച്ച് വെച്ച് മെയ് മാസം മേടിച്ച് വെച്ച് ജൂണിൽ എന്നോട് അവർ വിസക്ക് വെക്കാനായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റൊക്കെ ചോദിച്ച് അതൊക്കെ അയച്ചു കൊടുത്ത് ജൂലൈ 10 ഞാൻ VFSൽ പോയി എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ സബ്മിറ്റ് ചെയ്ത്. അവിടേക്ക് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ ഞാൻ അവിടേക്ക് പോകുമ്പോഴും വിശുദ്ധ തൈലം എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തേച്ചിട്ടാണ് ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത്. അപ്പം എനിക്ക് മാതാവ് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ എന്നോട് ഏജൻസി പറഞ്ഞത് ഒരു 10 ഇപ്പോൾ വിസ ആപ്ലിക്കേഷൻ വെച്ച് ഒരു 30 ദിവസമെങ്കിലും എടുക്കും എന്തെങ്കിലും അറിയാനായിട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കൊരു 15 ദിവസമായപ്പോഴേക്കും എനിക്ക് മെയിൽ വന്ന് VFSന്ന് അവിടെ നിന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ് 20 ദിവസത്തിനുള്ളിൽ എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഡിഗ്രി കഴിഞ്ഞത് കാരണം ഏജൻസി പറഞ്ഞത് കോൺഫിഡൻസ് ഇല്ല ഞങ്ങൾക്ക്, ഡിഗ്രി ഉള്ള കാരണം നേഴ്സിംഗ് വിസ കിട്ടാൻ പാടായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി. എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് വാങ്ങിത്തന്ന മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തിരുന്നത് ഞാൻ വൃദ്ധസദനത്തിൽ പോയി ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുമായിരുന്നു. അവിടെ അവരുടെ നഖം വെട്ടിക്കൊടുക്കും, അവരെ കുളിപ്പിച്ച് കൊടുക്കും, അങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കുമ്പോൾ തുടങ്ങിയാണ് ഞാൻ പത്രം ശരിക്കും പറഞ്ഞാൽ കൊടുത്തു തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ കൊടുക്കും, പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പിന്നെ വീടുകളിൽ കൊടുക്കും, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്ന എൻ്റെ പരിശുദ്ധ അമ്മ മാതാവിന്, എൻ്റെ കൃപാസനമ്മക്ക് ഞാൻ 1000 നന്ദി പറയുന്നു.